ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അയ്യോ സുന്ദരി ചേച്ചി, സുന്ദരി ചേച്ചി എഴുന്നേക്ക്. ചേച്ചി കണ്ണൂർക്ക്. സുന്ദരി ചേച്ചി. കൃഷ്ണേച്ചി നമുക്ക് പോവാം, ഇല്ല ഇവരുടെ ആൾക്കാര് വരും. ചേച്ചി ഇവര് മരിച്ചോ? ഗുഡ് മോർണിംഗ് ഗാഥ. ഗുഡ് മോർണിംഗ് മാഡം. പാല് അവിടെ വെച്ചേക്ക്. ആരാ അവിടെ? സോറി, സെർവന്റ് പാലും കൊണ്ട് വന്നതാ. തിരിച്ചു എന്നിട്ട് തന്റെ മമ്മി എന്ന് പറഞ്ഞു. സ്വയംവരത്തിന് ഇനി കൂടുതൽ പരീക്ഷണം വല്ലതുണ്ടോ? ഏയ് അതൊന്നുമില്ല. പക്ഷേ മമ്മി ഇങ്ങനൊരു പരീക്ഷണം നടത്തിയത് നന്നായി കേട്ടോ. അതുകൊണ്ട് എല്ലാവരെയും എനിക്ക് അടുത്തറിയാൻ പറ്റിയല്ലോ. ഗസ്റ്റ് ഹൗസിൽ ഒരു ദിവസം ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു, പ്രത്യേകിച്ച് തന്റെ പ്രസൻസ്. താങ്ക് യു. ആ പിന്നെ സെർവന്റ് കൊണ്ടുവന്ന പാലേ ഒരുപാട് കുടിക്കണ്ട. തനിക്ക് കുറച്ച് ഡയറ്റൊക്കെ ആവശ്യം. അതിനെന്താ, കല്യാണം കഴിയുമ്പോ ഞാൻ എന്നെ അങ്ങോട്ട് ഏൽപ്പിക്കല്ലേ. പിന്നെ ഡയറ്റൊക്കെ നവീൻ തീരുമാനിച്ചോ? അതില്ല, ഇഷ്ടങ്ങൾ തന്റേതല്ലേ. കൺട്രോൾ മെഷർ ഞാൻ പറയാം. വേറൊന്നിനുമല്ല, നമുക്കിങ്ങനെ കുറെ കാലം ജീവിക്കണ്ടേ ആരോഗ്യത്തോടെ. ഇപ്പൊ നമ്മൾ ജീവിതം എൻജോയ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ഓടിച്ചാടി നടന്നിട്ട് വേണ്ടേ? പിന്നെ വേണം വേണം. എന്നാ പിന്നെ തന്റെ മമ്മിയോടെ പെട്ടെന്നൊരു മുഹൂർത്തം നോക്കാൻ പറയും. എനിക്കാണെങ്കിൽ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്താ പിന്നെ വെച്ച് താമസിപ്പിക്കുന്നത് ഇഷ്ടമല്ല. പ്രോജക്റ്റോ? അയ്യോ, ഐ എം സോറി. ഞാനെപ്പോഴും ബിസിനസിന്റെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ട് അങ്ങനെ ആയിപ്പോയി. മിക്കവാറും ഇയാളെ മെരുക്കിയെടുക്കാൻ ഞാൻ കുറച്ച് പാടുപെടും. അതിനെന്താ, കല്യാണം കഴിഞ്ഞാ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുമല്ലേ. താൻ മെരുക്കിയെടുത്തോ. തിരിച്ചടിച്ചല്ലേ? മമ്മിയോട് പറഞ്ഞിട്ടേ ഈ പ്രൊജക്ട് വൈകിക്കാതെ ഞാൻ നോക്കാം കേട്ടോ എം ഡി സാറേ. ഓക്കെ, ബൈ. ചേച്ചി അതാ സുന്ദരിയുടെ വീട്. വാ 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 വാ, വേഗം വാ. എടാ നന്ദൂട്ടാ, പോയി നോക്കടാ. എന്തായി? അവരകത്തുണ്ട്. വാ വാ. ചേച്ചി ഒന്ന് നിന്നെ. ഇനി ചേച്ചി വെക്കോ. സുന്ദരി ചേച്ചി, കൃഷ്ണയോ, നീ എങ്ങനെ എപ്പോ ഇവിടെ എത്തി? ആ കൃഷ്ണ എന്നെ. ചേച്ചി, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടെന്നും അത് ചേച്ചിയെ കാണാനാണെന്നും ചേച്ചിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ എങ്ങനെ അറിയാനാ? ദേ കള്ളം പറയല്ലേ ചേച്ചി. എന്റെ അമ്മയ്ക്ക് ഓപ്പറേഷൻ മുടങ്ങിയ കാര്യം ചേച്ചിക്ക് അറിയാലോ. ഞാൻ ചേച്ചിയോട് പല വട്ടം പറഞ്ഞതല്ലേ, എനിക്ക് എന്റെ കാശ് വേണം, അതില്ലാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. കൃഷ്ണയെ കാശ് ഞാൻ തരാന്ന് പറഞ്ഞു. എങ്കി എടുക്ക്, എന്റെ കാശ് എടുക്ക്, എടുക്ക്. നീ എന്തായാലും ഭീഷണിപ്പെടുത്താണോ? മര്യാദക്ക് പോയിക്കോടുന്ന്, അല്ലെങ്കിൽ നീ വിവരം അറിയും. ഞാൻ എന്റെ ആൾക്കാരെ മൊത്തം വിളിച്ചു വരുത്തിയാണ്ടല്ലോ. നിങ്ങൾ നിങ്ങളുടെ ആൾക്കാരെ വിളിച്ചു വരുത്തോ? എന്നാലേ എന്റെ ആൾക്കാരെ ഞാനും വിളിച്ചു വരുത്താം. ഭാഗ്യേ, ഭാഗ്യേ. ആ കണ്ടോ,
ഇതാണ് നിന്റെ കൂടെയുള്ള ആൾക്കാര്. മാറി നിൽക്കടി അങ്ങോട്ട്. ഭാഗ്യ, വിടില്ലേ, വിടില്ലേ. വിടരുത്. എന്റെ കാശ് തന്നിട്ട് പോയാ മതി. ഇങ്ങോട്ട് വന്ന് എന്റെ കാശ്. പിടിച്ച്, പിടിച്ച്, പിടിച്ച്. അവരെ പിടിക്ക്. ഭാഗ്യ, പിടിക്ക് അവരെ. ഭാഗ്യ. നന്ദു. ശ്ശോ, സുന്ദരി ചേച്ചി, പൈസ തന്നിട്ട് പോ. സുന്ദരി ചേച്ചി. എടാ, പിടിക്ക്. വിടില്ലേ. ചേച്ചി, കാശ് തന്നിട്ട് പോ. അയ്യോ, എടാ, പിടിക്ക്, 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 പിടിക്കടാ. അയ്യോ അയ്യോ അമ്മേ. സുന്ദരി ചേച്ചി, കാശ് തന്നിട്ട് പോയാ മതി. അടിക്കടാ, അടിക്ക്, അടിക്ക്. അയ്യോ, പിടിക്ക്, പിടിക്ക്. അയ്യോ, ഓട്. പിടിക്ക്, പിടിക്ക്. ഭാഗ്യം, പിടിക്ക്. എടാ, അടിച്ചോ, അടിച്ചോ. ചേച്ചി, കളിക്കാൻ നിൽക്കല്ലേ, കാശ് എടുക്ക്. അയ്യോ, എടി കാശ് ഞാൻ തരാന്ന് പറഞ്ഞില്ലേ? എടാ, പിടിക്കണം. അയ്യോ അമ്മേ. അയ്യോ അയ്യോ കാശ് തന്നിട്ട് പോയാ മതിയെന്ന്. കാശ് എടുക്കണ്ടേ, കാശ് എടുക്ക്. ഓടി വായോ കാട്ടുകാരി. അയ്യോ എടാ, മതി, 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 നിർത്ത്. മര്യാദക്ക് എന്റെ കാശ് തന്നോ. എന്റെ കാശ് തരാനാ പറഞ്ഞ. അയ്യോ, അയ്യോ, സുന്ദരി ചേച്ചി, സുന്ദരി ചേച്ചി, എഴുന്നേക്ക്. അയ്യോ, ചേച്ചി, കണ്ണൂർക്ക്. സുന്ദരി ചേച്ചി. കൃഷ്ണേച്ചി നമുക്ക് പോവാം, ഇല്ല ഇവരുടെ ആൾക്കാര് വരും. ചേച്ചി ഇവര് മരിച്ചോ? നമ്മൾ ഇനി ഇവിടെ നിന്ന് പ്രശ്നം മക്കളെ. ഭാഗ്യേ, നമുക്ക് പോവാം. ആ പോവാ. പോ, 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 പോ. വേഗം പോവാ. പോ. എന്തു പറ്റി മുത്തശ്ശി? ഒരു ഒച്ച അനക്കൂലാതെ നിൽക്കുന്നത്. എന്റെ പൊന്നു മുത്തശ്ശി, സാധാരണ കൊച്ചുമക്കളുടെ കല്യാണമൊക്കെ വന്നാല് മുത്തശ്ശിമാരാണ് ചാടി ചാടി എല്ലാ കാര്യത്തിനും മുന്നിൽ നിൽക്കുന്നത്. എന്നിട്ട് മുത്തശ്ശി എന്താ അതൊന്നും കാണിക്കാത്ത? ദേ മുത്തശ്ശി, വിവാഹകാര്യം കൃത്യസമയത്ത് തീരുമാനിച്ചില്ലെങ്കിലേ അവസാനം കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കി ഞാൻ ചിലപ്പോ പെണ്ണിന്റെ കൂടെ അങ്ങ് ഇറങ്ങി പോവേ. ആരാ പറഞ്ഞത് മുത്തശ്ശിക്ക് താല്പര്യമില്ലെന്ന്? അതിനൊക്കെ ഓരോ രീതിയില്ലേ, അതനുസരിച്ചല്ലേ നടക്കൂ. മുത്തശ്ശിക്ക് കാലുവേദന ഇച്ചിരി കൂടുതലാണ്, അതുകൊണ്ടാ മുത്തശ്ശിക്ക് ഒരു ഉഷാറില്ലാത്ത. എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഏതെങ്കിലും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി ടോട്ടൽ ചെക്കപ്പ് ഒക്കെ നടത്തി വേണ്ട ചികിത്സയൊക്കെ ചെയ്യാന്ന്. അപ്പൊ സമ്മതിക്കില്ല. ആയുർവേദവും പ്രാർത്ഥനയും മാത്രം മതി. പിന്നെ എന്ത് ചെയ്യാനാ? നവീൻ, എന്തായാലും കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് അമ്മയെ നിർബന്ധമായിട്ടും അങ്ങ് കൊണ്ടുപോവാം. അത് ഞാൻ ഏറ്റു.